ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അബീൻ്റെ കല്യാണത്തിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അപ്പം അറബിക് നൈറ്റ് വരെ ഇട്ടായിരുന്നു. ഇന്ന് അബീൻ്റെ DJ നൈറ്റ്, ഇത് ദുൽക്കി നൈറ്റ്, അങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. രംഗോളി, അങ്ങനെ പല രീതിയിലുണ്ട്. എന്തായാലും ഞാൻ ഇന്നിപ്പം മേക്ക് ഓവറൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഗ്ലാം ബൈ മൈഷു ആണ് കേട്ടോ എനിക്ക് മേക്ക് ഓവർ ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേക്ക് ഓവറായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് സിമ്പിളായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മൈഷുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ എനിക്ക് മൈലാഞ്ചി കിട്ടുന്നത് ഉമ്മാൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. അൻസി നന്നായിട്ട് മൈലാഞ്ചിയൊക്കെ എനിക്ക് എല്ലാത്തിനും അൻസിയാണ് മൈലാഞ്ചി വെച്ചാറിൽ. അൻഷീൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇതാണ് കേട്ടോ ബാപ്പാൻ്റെ മക്കളെയും ഡ്രസ്സ്. ഇതാണ് എൻ്റെ സാരി. എന്തായാലും ഈ ഒരു കളറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ എൻ്റെ പുരയിൽ നിന്ന് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് എൻ്റെ പുര പോയിക്കാനത് ഈ പണങ്കൂരയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നുണ്ട്. റാശി എന്നെ കൂട്ടാൻ വന്നതാണ്. ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മൾ അൺകൂരയൊക്കെ പോകാനായിട്ട്. അവിടെ ഇപ്പോൾ ഫംഗ്ഷൻ തുടങ്ങുന്നതേ ഉള്ളൂ. വൈകുന്നേരം തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് എല്ലാം ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് തിരിച്ചങ്ങോട്ടേക്ക് അൺകൂരയൊക്കെ പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നബീൻ്റെ ദോക്ലി നൈറ്റ്. അപ്പം ഞങ്ങൾ DJ നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പാട്ടും ഡാൻസും എല്ലാം ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഫാമിലിയിലെ ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. ഇത് കല്യാണത്തിന് 2 ദിവസം മുമ്പുള്ളൊരു ഫംഗ്ഷനാണ് കേട്ടോ. മെഹന്തിക്ക് മുമ്പുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ അടുത്ത ആൾക്കാരും അടുത്ത നൈബേഴ്സൊക്കെ ഉള്ളൂ ഇതിൽ. ഞങ്ങളെല്ലാവരും എല്ലാ ഫംഗ്ഷനും നല്ല അടിച്ചു പൊളിക്കുന്ന വൈബുള്ള ആൾക്കാരാണ് എല്ലാവരും. എന്തായാലും ഞങ്ങളെല്ലാവരുമായിട്ട് പിന്നെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൈകൊട്ടിപ്പാട്ടും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അബീൻ്റെ കല്യാണം. മൊത്തത്തിൽ നമ്മൾ അടിച്ച് പൊളിച്ചൊരു മങ്ങൽ തന്നെയായിരുന്നു അബീൻ്റെ. DJ നൈറ്റ് ആണെങ്കിലും മെഹന്തി ആണെങ്കിലും. അറബിക് നൈറ്റ് സിമ്പിൾ ഞങ്ങൾ മാത്രമായിരുന്നു. ബാക്കി DJ നൈറ്റ് മുതൽ അങ്ങോട്ട് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നെയ്ബേഴ്സ് എല്ലാമായിട്ട്. മെഹന്തി ആണെങ്കിലും കല്യാണമാണെങ്കിലും ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചൊരു കല്യാണമായിരുന്നു. 10 വർഷത്തിന് ശേഷമാണല്ലോ ഇവിടെ റാഷിയും മിച്ചാവും കല്യാണത്തിന് ശേഷം 9 വർഷം കഴിഞ്ഞ് 10 വർഷം ആവാനാവും. അതിന് ശേഷമുള്ള ഫസ്റ്റ് കല്യാണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ നമ്മളെ ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ചിട്ടുള്ളൊരു കല്യാണമായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങളെല്ലാവരുമായിട്ട് ഒരു വീഡിയോ എടുത്ത്. എൻ്റെ അനിയനിപ്പോൾ പോയതേ ഉള്ളൂ കേട്ടോ. 2 മാസം പോലായിട്ട് ദുബൈയിൽ പോയിട്ട് വന്നിപ്പോൾ ഈ കല്യാണം കൂടാനായിട്ട് മാത്രം വന്നതാണ് കേട്ടോ. 3 ദിവസത്തേക്ക് വന്നതാണ് കല്യാണം കൂടാനായിട്ട്. റാഷ്യ നാട്ടിലും വന്നല്ലോ, അപ്പോൾ കാണാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. എനിക്ക് ഇതാണ് അബീൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല അടിപൊളിയാണ്. അബി തന്നെയാണ് ഇത് ചെയ്തത്. ലൈക്ക് അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത് എന്ത് വേണം എങ്ങനെ വേണം. അപ്പോൾ അത് അനുസരിച്ചിട്ട് ചെയ്തതാണ്. കാസർഗോഡ് തന്നെയുള്ള ഗന്നീമി എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഓരാണിത് സ്റ്റിച്ച് ചെയ്തത്. എന്തായാലും അബി തന്നെയാണ് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ സെലക്ഷനൊക്കെ അവൾ തന്നെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് റാഷിൻ്റെ ഫാമിലി എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. ഞങ്ങൾ ഇന്ന് DJ നൈറ്റ് മുതൽ DJ നൈറ്റ് മെഹന്തി കല്യാണം 3 ദിവസത്തേക്ക് നമ്മൾ വീഡിയോ ഒക്കെ ഒരാളെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വാസിമാണ് കേട്ടോ. നമ്മളെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തത്. വാസിമിൻ്റെ കൂടെ വന്ന ഒരാളുണ്ട്, ഒന്നിച്ചിട്ട് വന്ന ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഒരാൾ എനിക്ക് വേണ്ട യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ഉള്ളതെല്ലാം എടുത്തത്. അപ്പോൾ 2 ആളും നന്നായിട്ട് വീഡിയോസ് എല്ലാം എടുത്ത് തന്നിട്ടുണ്ട്. ഫോട്ടോസ് ആണെങ്കിലും 2 ആളും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടതെല്ലാം പറയാണ്ട് തന്നെ എല്ലാം എടുത്ത് തന്നിട്ടുണ്ട്. വാസിമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പോയിട്ട് കേട്ടോ. മെഹന്തി, മേക്ക് ഓവർ, ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം നിങ്ങൾക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുക്കാനായിട്ട് വന്ന്. പിന്നെ പാട്ടായിരുന്നു കേട്ടോ. പിന്നെ പാട്ട് തുടങ്ങി. പാട്ടും കൈകൊട്ടിപ്പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ.
റാഷിൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വൈബിൻ്റെ ആൾക്കാരാണ്. എൻ്റെ ഫാമിലി അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെ കോളോട്ടൊരു കല്യാണം എന്ന് പറയുമ്പോൾ ആടെയും ഇങ്ങനെയാണ്, പാട്ടും ഡാൻസും എല്ലാവരും എല്ലാത്തിനും കൂടും. ഇപ്പോൾ റാഷിൻ്റെ ഫാമിലിയിലാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര വൈബ് ടീംസാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം അടിപൊളിയായി. ആ ഒരു നൈറ്റ് നമ്മൾ പാട്ടും ഡാൻസും അബിയാണെങ്കിലും നല്ലോണം എൻജോയ് ചെയ്ത് എല്ലാവരും. കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ കൂടെയും നമ്മൾ ഡാൻസ്. റാഷി ആണെങ്കിലും റാഷി അങ്ങനെയൊന്നും കളിക്കൊന്നുമില്ല, പക്ഷെ റാഷി ആണെങ്കിലും കൂടെ കൂടി അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എല്ലാം. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത്. പിന്നെ ഡി ജെ നൈറ്റാണല്ലോ, രംഗോളി നൈറ്റ്. അപ്പോൾ കുറച്ച് കളേഴ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് കളർഫുള്ളാക്കി. അതിൻ്റെ കൂടെ പടക്കം കൂടെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ കമ്പിത്തിരി എല്ലാവരുടെ കയ്യിലും പിടിച്ചിട്ട് അത് നല്ല രസമായിരുന്നു. പിന്നെ പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പടക്കം കൂടെ വെച്ച് നല്ല അടിപൊളിയായിട്ടെല്ലാം പടക്കം കൂടെ വന്നിട്ടാകുമ്പോഴത്തേക്ക് നല്ല വൈബായി, എല്ലാം അടിപൊളിയായി. പുറത്തുനിന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ അകത്ത് പൂത്തിരിയും അങ്ങനെയെല്ലാം കത്തിച്ച് നല്ല രസമായിരുന്നു. പിന്നെ കേക്കായിരുന്നു കേട്ടോ. അബിക്ക് കേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ. ബൽക്കീസ് ബേക്കിൻ്റെ വീഡിയോസ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം, ബൽക്കി കേക്ക് ഉണ്ടാക്കും നന്നായിട്ട്. അപ്പോൾ ബൽക്കിയാണ് അബിക്ക് കേക്ക് കൊണ്ടുവന്നത്. അത് ആ ഒരു രംഗോളി ഡിജനായിട്ടെന്ന് പറയുമ്പോൾ ആ ഒരു തീമിൽ തന്നെ ബൽക്കി കൊണ്ടുവന്നതാണ്. കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫാമിലിയായിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം പിന്നെയും ഉള്ളതൊക്കെ ബാക്കിയുള്ളത് നമ്മൾ കുറേ ആൾക്കാരെ എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ഫാമിലിയായിട്ടൊക്കെ അതൊക്കെ എടുക്കാൻ കഴിഞ്ഞ്. അബീൻ്റെ കല്യാണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം മേക്കപ്പ് ഇതായിരുന്നു കേട്ടോ. ഏറ്റവും നന്നായി തോന്നി ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബ്രദേഴ്സ് എല്ലാം കൂടെ, കസിൻ ബ്രദേഴ്സും ബ്രദറെല്ലാം കൂടെ കുറച്ച് റീലും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ അബീൻ്റെ സിംഗിൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. അബീൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിൽ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അതിൻ്റെ കളറാണെങ്കിലും എല്ലാം നന്നായിട്ട് അബിക്ക് ചേർന്നൊരു നല്ലൊരു അടിപൊളി ഡ്രസ്സ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വന്നത് ഇതാണ് നമ്മൾ ബ്രദർ അനിയനെ നോക്കി വെച്ചിട്ടുള്ള പെണ്ണ് അനീസ. ഞങ്ങൾ മൂന്നാളൊരു വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ഫാമിലിയായിട്ട് എല്ലാവരും നിന്നിട്ട് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത്. പിന്നെ കുറേ കമൻസിൽ വന്ന ക്വസ്റ്റ്യൻസാണ് അബീൻ്റെ ചെക്കനെ എവിടെയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അബീൻ്റെ ചെക്കന് നെല്ലിക്കുന്ന്, പിന്നെ മാപ്പിളേൻ്റെ പേര് നെല്ലിക്കുന്നാണ്, സക്കീർ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി ഫങ്ഷൻ അങ്ങനെ കഴിഞ്ഞ് ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്, മാക്സിമം ഉൾപ്പെടുത്തിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് മാച്ച് ആക്കിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എല്ലാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മെഹന്തി നൈറ്റും കല്യാണമാണ്. അതും ഞാൻ ഇടുന്നതായിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. വലിയ വീഡിയോ ആയിരുന്നു, ഇത് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും ആക്കിയിട്ട് ഇടുന്നുള്ളത്. കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. കുറേ കമൻസ് വരുമ്പോൾ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ഞാൻ ഇടാറുണ്ട്. ഒരുപാട് കമൻസ് വരുന്നുണ്ട്. പിന്നെ ഇൻബോക്സ് ആണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസും കൂടെ വരുന്നതുകൊണ്ട് എനിക്കതിൽ വേണ്ട മെസ്സേജസ് ചിലപ്പോൾ നോക്കാൻ കഴിയാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാനൊക്കെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ സോറി. അത് ഒരുപാട് മെസ്സേജസ് വേണ്ടാത്തത് കൂടെ വരുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു സപ്പോർട്ട് മുമ്പിലോട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.